നമസ്കാരം. നമ്മൾ ഇന്നിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത ടി ജി കൊല്ലത്തി ഒന്നായി എന്നാണ്. അങ്ങനെ ഒരു കഥയുണ്ട്. എന്ന് പറഞ്ഞാൽ വലിയ തർക്കം. പുറത്തുള്ളവർ പോയി ഇടപെട്ട ആകെ നാട്ടുകാരൊക്കെ വന്നു, പ്രശ്നങ്ങളായി. ഇപ്പം എല്ലാം സെറ്റിൽമെൻ്റായി, കോംപ്ലിമെൻറ്റ്സ് ആയി. അങ്ങനെയാണല്ലോ സിനിമാ ഭാഷ. ഇപ്പോൾ KTUവിൻ്റെ വൈസ് ചാൻസലറായിട്ട് സിസ തോമസ് ചുമതലയെടുക്കുന്ന വാർത്ത നമ്മൾ കണ്ടു. ഡിജിറ്റൽ സർവകലാശാലയുടെ സജീർ ഗോപിനാഥ്. ഞാനിവരുടെ രണ്ടുപേരുടെയും മെറിറ്റോ ഡിമെറിറ്റോ ഒന്നും ഞാൻ ആലോചിക്കുന്നില്ല. കാരണം അവർക്ക് മെറിറ്റ് ഉണ്ടാവും, രണ്ടുപേർക്ക് മെറിറ്റ് ഉണ്ടെന്ന് വിചാരിക്കണം, അല്ലെങ്കിൽ ഇവരൊന്നും വയ്ക്കില്ലല്ലോ. പക്ഷേ കഴിഞ്ഞ ഒരു 5-6 മാസമായി നമ്മൾ ഈ കേരളത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്ന തർക്കങ്ങളും വിതർക്കങ്ങളും അവസാനം സുപ്രീം കോടതിയിൽ ജഡ്ജിമാർക്ക് വരെ ഇവരെ വല്ലാതെ പറയേണ്ടി വന്നു. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കും, നിങ്ങളാവും. പക്ഷേ അത് വന്നില്ല. യഥാർത്ഥത്തിൽ ഇതിൽ നിയമപ്രശ്നങ്ങളാണോ രാഷ്ട്രീയ പ്രശ്നങ്ങളാണോ കൂടുതൽ? ഇതിലെ വ്യക്തിപരമായ പ്രശ്നങ്ങളാണ് ഇതിൽ കൂടുതൽ. ഇത് തുടങ്ങുന്നത് CRന് ഓർമ്മയുണ്ടോ? ഈ നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാൻ ഗവർണറായിരുന്നപ്പോൾ മുഖ്യമന്ത്രിക്ക് ഒരു കത്ത് കൊടുത്തു. ഈ ചാൻസലർ എന്ന പദവി ഒരു കുരിശാണ്, ഇത് എൻ്റെ തലേന്നെടുത്ത് മാറ്റണം. പിണറായി വിജയൻ മറുപടി കൊടുത്തു, പറ്റില്ല, ഞാനിവിടെ കുരിശ് കൊണ്ട് വിഷമിച്ചിരിക്കുകയാണ്, ഒരു കുരിശെങ്കിലും ഗവർണറുടെ തലയിലിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് മറുപടി കൊടുത്തു. അന്ന് അത് തീർന്നു. ഇത് കഴിഞ്ഞ് കാര്യത്തോടെടുത്തു കഴിഞ്ഞപ്പോൾ പിണറായി വിജയൻ മനസ്സിലായിച്ചടാ, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യാൻ അനുവദിച്ച് മോശമായിപ്പോയി. പിണറായി ഒരു ബില്ല് പാസ്സാക്കി അസംബ്ലിയിൽ, ഗവർണർക്ക് ചാൻസലർ സ്ഥാനം നിഷേധിച്ചുകൊണ്ട്. ഇപ്പം ഈ എൻ്റെ സ്ഥാനം പോകുന്ന ബില്ല് ഞാൻ തന്നെ ഒപ്പിടണമെന്ന് പറഞ്ഞാൽ സാധാരണ മനുഷ്യൻ ഒപ്പിടുകയില്ല. അത് സ്വാഭാവികമായിട്ട് ഗവർണർ പറഞ്ഞു, ഞാൻ ഒപ്പിടില്ല. ഞാൻ ഒപ്പിടാം, നേരത്തെ ഞാൻ ഓഫർ ചെയ്തപ്പോൾ നിങ്ങൾ നിരസിച്ചു, അതിൻ്റെ കാരണം എനിക്കറിയണം. നിങ്ങൾ നിരസിച്ചതിൻ്റെ കത്തും എൻ്റെ ഇരിക്കുന്നു, നിങ്ങൾ പാസ്സാക്കിയ ബില്ലും എൻ്റെ ഇരിക്കുന്നു, ഇത് രണ്ടും പരസ്പര വിരുദ്ധമാണ്. മുഖ്യമന്ത്രി വന്നത് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉദ്യോഗസ്ഥന്മാർ പോയി. ഉദ്യോഗസ്ഥന്മാർക്ക് ഇതിന് സമാധാനം പറയാൻ പറ്റില്ല. കാരണം ഈ ഡെമി ഒഫീഷ്യൽ ലെറ്ററാണ് ചീഫ് മിനിസ്റ്ററുടെ. ആ ലെറ്റർ എന്തുകൊണ്ട് എഴുതി എന്ന് ഉദ്യോഗസ്ഥന്മാർ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? പറ്റില്ല. അത് മുഖ്യമന്ത്രിക്കേ പറ്റുള്ളൂ. മുഖ്യമന്ത്രിയോട്ട് പോയില്ല. പിന്നെ ഞാനുള്ള കാൽക്കൽ പോയിട്ട് ഈ രീതിയിലൊരു ഈഗോ ഡെവലപ്പ് ചെയ്തു, അതവിടെ കിടന്നു. അവിടെ നിന്നാണ് ഈ പ്രശ്നത്തിൻ്റെ തുടക്കം. ആരിഫ് മുഹമ്മദ് ഖാൻ പോയി, പുതിയ ഗവർണർ വന്നപ്പോൾ അങ്ങേര് നോക്കിയപ്പോഴും വിടാം, ഇത് ശരിയാണല്ലോ, ഇതൊരുമാതിരി നമ്മളെ കൊച്ചാക്കുന്ന പരിപാടിയാണ് എന്ന് തോന്നി. എന്നാൽ പുതിയ ഗവർണറുമായിട്ട് സംസാരിച്ച് മുഖ്യമന്ത്രി തീർക്കണമല്ലോ, തീർത്തുമില്ല. ഫൈനലി സിറ്റുവേഷൻ സുപ്രീം കോടതി പോകും. സുപ്രീം കോടതി അതിലും ബുദ്ധിമാന്മാരുമായിട്ടാണ്. സുപ്രീം കോടതി വാസ്തവത്തിൽ ഈ അപ്പോയിൻമെൻറ്റ് തീരുമാനിക്കാനുള്ള അധികാരം ആർക്കാണ്? മുഖ്യമന്ത്രിക്കാണോ ഗവർണർക്കാണോ? ഇതാണ് ചോദ്യം. സുപ്രീം കോടതി പറഞ്ഞത് എന്താ? നിങ്ങൾ ആലോചിച്ച് തീരുമാനിക്കുക, അല്ലെങ്കിൽ ഞാൻ കയറി അങ്ങ് അപ്പോയിൻ്റ് ചെയ്യും. പർദിവാലയാണ് ജഡ്ജി. പർദിവാലയ്ക്ക് പണ്ട് മുതലേ ഈ പവർ പിടിച്ചെടുക്കുന്നൊരു സ്വഭാവമുണ്ട്. അങ്ങനെയാണ് തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വെച്ച ബില്ല് പാസ്സായതായിട്ട് പർദിവാല പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്ത് കുഴപ്പമുണ്ടായി. അവിടെയും ഇതുപോലെയാണ്, വൈസ് ചാൻസലർ പ്രശ്നമാണ് അവിടെയും. അപ്പോൾ ഈ പർദിവാല ഇങ്ങനെ ചെയ്തു കഴിഞ്ഞപ്പോൾ ഇവർ പരിഭ്രമിച്ചു പോയി. ഇവിടെ ഞങ്ങൾ തമ്മിൽ ആരാണ് വലുത് എന്ന് തീരുമാനിക്കാൻ അയാളെ ഏൽപ്പിച്ചു കഴിഞ്ഞപ്പോൾ നിങ്ങൾ രണ്ടുമല്ല, ഞാനാണ് വലുതെന്ന് അങ്ങേര് പറയും. എന്ത് ചെയ്യും? അപ്പോൾ പിന്നെ ബെറ്റർ നമുക്കൊരു സമവായത്തിലെത്താം, അല്ലെങ്കിൽ ഇനിയുള്ള നിയമനങ്ങൾ മുഴുവൻ സുപ്രീം കോടതിയുടെ കയ്യിൽ പോകും, അഥവാ പോകുന്നവർ ഭയപ്പെടുന്നു. അങ്ങനെ ധൃതി പിടിച്ച് ഇവർ ഒരു എഗ്രിമെൻറ്റിലെത്തി. ഒരു കാര്യം ചെയ്യും, ഒരു സ്ഥലത്ത് എനിക്കിഷ്ടമുള്ള ആൾ, മറ്റേ സ്ഥലത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾ എന്ത് പറയുന്നു, ഇത് സമ്മതിക്കുകയല്ലാതെ തരമില്ല. അതുകൊണ്ടാണ് മണിക്കൂറുകളുടെ ഗ്യാപ്പിൽ 2 തവണയാണ് മുഖ്യമന്ത്രി ഗവർണറെ പോയി കാണുന്നത്. അപ്പോൾ എവിടെ പോയി ഈഗോ പ്രശ്നം സംഗതി? മാത്രമല്ല, മുഖ്യമന്ത്രി ഒരു ഫോർമുല പറയുന്നു, ഗവർണർ ടപ്പെന്ന് സമ്മതിക്കുന്നു, അത് ഉത്തരവായിട്ട് ഇറങ്ങുന്നു 1-1.5 മണിക്കൂറിനകം. ഇത്ര ഫാസ്റ്റായിട്ട് ഏതെങ്കിലും ഉത്തരവ് കേരള സർക്കാർ ഇറക്കിയിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. വൈകുന്നേരം ആയപ്പോഴത്തേക്ക് ഉത്തരവിറക്കി, രാവിലെ കോടതി പോയിട്ട് ഞാൻ പുലിയച്ച ഞങ്ങളുടെ വഴക്ക് തീർന്നു, നിങ്ങൾക്ക് പോകാം എന്ന് പറഞ്ഞ് സബ്മിറ്റ് അല്ല, കോടതിയിൽ വരികയാണല്ലോ ഇന്ന് നാളെയായിട്ട്. ഈ വിധം കോടതിയിൽ വരികയാണ്. ഇതിന് മറുപടി കൊടുത്തില്ലെങ്കിൽ അവിടുന്ന് നിയമനം വരും. അല്ല, ഓൾറെഡി സബ്മിറ്റ് ചെയ്യാനായിട്ട് വക്കീലന്മാരെ ഏൽപ്പിച്ച് ഈ ഗവൺമെൻറ് ഓർഡറും നോട്ടിഫിക്കേഷനും ഒക്കെ കൊടുത്തു വെച്ചിരിക്കുകയാണ്. എപ്പോഴാണോ അത് ബെഞ്ചിൽ വരുന്നത് അപ്പോൾ കയറിയിട്ട് ഇത് തീർന്നു എന്ന് പറയും. പർദിവാലയ്ക്ക് ഒരു നിരാശയും തോന്നി, ഒന്ന് പിടിക്കാമെന്ന് വിചാരിച്ച് കഴിയുമ്പോൾ ഇവന്മാർ രക്ഷപ്പെട്ടു. ശരി, ഇനിയും മഴക്കുണ്ടായതുകൊണ്ട് വരുമല്ലോ, നോക്കാം നമുക്ക് എന്ന് പറഞ്ഞ് അങ്ങേരും ഇരിക്കുന്നു. മാത്രമല്ല,
എത്രയാ 54 ലക്ഷം രൂപ മറ്റു ചിലവായി ഈ ലിറ്റിഗേഷൻ. ആലോചിച്ച് നോക്കി. അല്ല, ഗവർണർ ചെലവാക്കിയാലും മുഖ്യമന്ത്രി ചെലവാക്കിയാലും നമ്മുടെ കാശല്ലേ, നമ്മുടെ കാശാണ് പോകുന്നത്. അവിടെ ഏതോ വക്കീലിന് കിട്ടിയെന്നുള്ളൂ. ഇവർക്ക് വല്ല ദണ്ണമുണ്ടോ? നമ്മുടെ കാശാണ് പോയത്. അല്ല, അതിലെനിക്ക് തോന്നിയത് അതിൻ്റെ സാമ്പത്തികം അവിടെ നിൽക്കട്ടെ, ഇതിനൊരു രാഷ്ട്രീയ വശം ഉണ്ടായിരുന്നു തുടക്കത്തിൽ, ഒരു സംശയമില്ല അതിനകത്ത്. രാഷ്ട്രീയ വശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ ഗവൺമെൻറ്റിനെതിരായ രാഷ്ട്രീയമാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ. കേന്ദ്ര ഗവൺമെൻറ് നോമിനിയാണ് ഗവർണർ. ഗവർണർ ചാൻസലർ ആയിരിക്കുമ്പോഴും സ്വാഭാവികമായും ഒരു സെർച്ച് കമ്മിറ്റിയെ വെക്കും, അത് കഴിഞ്ഞ് ഒരു കമ്മിറ്റിയെ വെക്കും, ആ സെർച്ച് കമ്മിറ്റിയിലെ 2 പേരുടെ ആളുണ്ടാവും. ഇതുവരെ ഇതിനു മുമ്പ് ഇത്രയൊന്നും ഒരു തർക്കം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഞാൻ പറയണ ഈ ഒരു 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്താണ് ഈ തർക്കം ഏറ്റവും രൂക്ഷമായി വന്നതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. അതിന് മുമ്പും ചെറിയ ചില തർക്കങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ സുപ്രീം കോടതിയിലൊന്നും എത്തിയിട്ടില്ല ഒരു തർക്കം. ഇവിടെ 2 പ്രശ്നം. ഇപ്പോൾ ആരിഫ് മുഹമ്മദ് ഖാൻ്റെ ഒരു ഈഗോ നമ്മൾ പല കാര്യത്തിലും കണ്ടതാണ്. ഞാനതിൽ ഒരു നിലപാടെടുക്കുന്നത്, എലക്റ്റഡ് ഗവൺമെൻറ്റിന് തന്നെയാണ് അധികാരം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. കാരണം അതിപ്പം മോഡിക്കെതിരെ നാളെ പ്രസിഡന്റ് പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. കാരണം പ്രസിഡന്റ് മോഡി നിയമിച്ച ആളാണെങ്കിലും നമ്മൾ എലക്ട് ചെയ്തത്, പ്രധാനമന്ത്രിയായിട്ട് എലക്ട് ചെയ്തത് മോഡിയാണ്. അപ്പം അതുകൊണ്ട് മാത്രമല്ല, സർവകലാശാലയുടെ കീഴ്വഴക്കം, അങ്ങനെ ഒരു തർക്കം വരാറില്ല. അപ്പം ഇവിടെ ഒരു രാഷ്ട്രീയ പ്രശ്നം ആക്കി ഇതിനെ വളർത്തി. ഇപ്പം നമുക്കറിയാം, ആരിഫ് മുഹമ്മദ് ഖാനെതിരെ ഞാനും TG കാണുന്ന മഹാരാജാസ് കോളേജിന് മുമ്പിൽ ഈ പരിപ്പ് ഇവിടെ വേവില്ല എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചു. അദ്ദേഹം പോയി, അദ്ദേഹത്തിൻ്റെ പരിപ്പല്ല, ഇപ്പോൾ ആർലേക്കറിൻ്റെ പരിപ്പ് വേവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ എന്തായാലും 2 പേരുടെയും പരിപ്പ് വെന്തു എന്നാണ് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത്. മുഖ്യമന്ത്രിയുടെ പരിപ്പും വെന്തു, ആർലേക്കറിൻ്റെ പരിപ്പും വെന്തു. അപ്പം ഇതിൽ ഒരു മെറിറ്റിനപ്പുറത്തുള്ള രാഷ്ട്രീയ തർക്കത്തിലേക്ക് ഈ വിഷയം കൊണ്ടുപോകുന്നത് വഴി ഞാൻ ഭയപ്പെടുന്നത്, ഞാൻ ഇതിൽ ആര് ജയിച്ചു തോറ്റു എന്നും അവർ കോംപ്രമൈസ് ആയിക്കോ എന്ത് വേണേ ആയിക്കോട്ടെ, കോംപ്രമൈസ് ആയി സന്തോഷിക്കുക, ഇനി പൈസ ചിലവാക്കില്ലല്ലോ, ഇനി അടുത്ത സിറ്റിങ്ങിന് വക്കീലിന് കൈ കൊടുക്കണ്ടല്ലോ, അല്ലെങ്കിൽ ഇനി അടുത്ത വക്കീലിന് സിറ്റിങ്ങിനും കൊടുക്കണം, അവർക്ക് ഫ്ലൈറ്റ് ചാർജ് മറ്റോ കൊടുക്കണം. നേരെ മറിച്ച് വിദ്യാഭ്യാസ രംഗത്ത് ഇതുണ്ടാക്കിയ ഒരു വലിയ പ്രശ്നമാണ്. കാരണം പല സ്ഥലങ്ങളിലും ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി രജിസ്ട്രാർ, എനിക്കറിയാം, ഞാൻ അവിടെ ഒരു തമിഴ് കോഴ്സ് എഴുതിയിട്ട് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇപ്പോൾ 1 കൊല്ലം കഴിഞ്ഞു. കാരണം രജിസ്ട്രാറില്ല. രജിസ്ട്രാർ ഇയാളാണോ രജിസ്ട്രാർ, ഏത് രജിസ്ട്രാർ ഒപ്പിട്ടാലും അതിന് വിലയുള്ളതെന്ന് നമുക്കറിയില്ല എന്ന് പറഞ്ഞാൽ, ഇപ്പം എനിക്കത് കിട്ടിയിട്ടൊരു കാര്യമുള്ള സർട്ടിഫിക്കറ്റ് അല്ല. പക്ഷേ എത്ര ലക്ഷം കുട്ടികൾ ഈ സർട്ടിഫിക്കറ്റ് കിട്ടുന്ന കാര്യത്തിൽ, മറ്റ് നടപടിക്രമങ്ങളുടെ കാര്യത്തിൽ, എന്തെല്ലാം കാര്യത്തിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ട്. നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾക്ക് ആ ആംഗിളിൽ നിന്ന്, ഇത് കുട്ടികൾക്ക് വേണ്ടിയല്ലേ യൂണിവേഴ്സിറ്റി, ആർക്ക് വേണ്ടിയാണ് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. അത് വൈസ് ചാൻസലർക്ക് വേണ്ടിയാണോ, ഗവർണർക്കാണോ, മുഖ്യമന്ത്രിക്കാണോ, അധ്യാപകർക്കാണോ, ട്രേഡ് യൂണിയനാണോ, അതോ ഈ പാവപ്പെട്ട അവിടെ പോയി പഠിച്ച് നാളെ ഇതുകൊണ്ട് എന്തെങ്കിലും അരിക്കാശ് മേടിക്കാൻ പോണ കുട്ടികൾക്കാണോ? ഈ കുട്ടികളുടെ കാര്യത്തിൽ ഒരിക്കലും നമ്മുടെ ഒരു ഭരണകൂടവും അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു പരാതി എനിക്കുണ്ട് സത്യത്തിൽ. കാരണം ഇതിൻ്റെ രാഷ്ട്രീയമൊക്കെ നമുക്ക് തർക്കിക്കാം, പക്ഷേ ഈ കുട്ടികളുടെ ഇത്രയും വൈകുന്നു. ഇപ്പോൾ KTU, ഞാനും TG പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ഭരിക്കുന്ന, അല്ലെങ്കിൽ അതുപോലെയുള്ള എഞ്ചിനീയറിംഗ് കോളേജുകളെ ഭരിക്കുന്നതാണ് ഈ KTU. ഈ KTUവിൽ അനിശ്ചിതത്വം വന്നാൽ കേരളത്തിൽ എത്ര എഞ്ചിനീയറിംഗ് കോളേജ് വിട്ടുപോകും? ഇപ്പോൾ മറ്റു യൂണിവേഴ്സിറ്റി അല്ലല്ലോ, എത്ര എഞ്ചിനീയറിംഗ് കോളേജ് വിട്ടുപോകും? അവിടുത്തെ അഡ്മിഷൻ മുതൽ പരീക്ഷ മുതൽ എല്ലാം വിട്ടുപോകും. ഇതിനൊരു കൺസേൺ നമുക്കില്ലാന്ന് തോന്നിയിട്ടുണ്ട്. ആർക്കും ഇല്ല. ഇതിൽ ഈ പഠിക്കുന്ന കുട്ടികൾക്ക് ഇതിൽ കൺസേൺ ഉണ്ടോ? അവർക്കുമില്ല. അവർ സിസ തോമസ് വൈസ് ചാൻസലർ ആകുന്നതിനെതിരെ അവർ സമരം ചെയ്യും. ഈ നമ്മൾ കോളേജിൽ പഠിക്കുമ്പോൾ വൈസ് ചാൻസലർ ആരായാലും നമുക്ക് എന്താ, നമ്മളുമായിട്ട് ഡയറക്റ്റ് ഒരു കോണ്ടാക്റ്റും ഇല്ലാത്ത ഏതോ ഒരു ദന്തഗോപുരത്തിലിരിക്കുന്ന മനുഷ്യൻ. ഈ വൈസ് ചാൻസലറും സിൻഡിക്കേറ്റും ഒന്നും വിദ്യാർത്ഥികൾക്ക് ഡയറക്റ്റ് ഒരു ബന്ധമുള്ള സാധനമല്ല. അവരല്ല സിലബസ് തീരുമാനിക്കുന്നത്, അവരല്ല പഠിപ്പിക്കുന്നത്. നമ്മളുടെ യുദ്ധം മുഴുവൻ പ്രിൻസിപ്പലുമായിട്ടാണ്. പ്രിൻസിപ്പലും മറ്റു സാറന്മാർ അവിടെ ഇവിടെ മുണ്ട് മടക്കി കുത്തി നടന്നു, സിഗരറ്റ് വലിച്ചു, അവനെ പിടിക്കും. ഇതൊക്കെയാണ് നമ്മളുടെ ഡേ ടു ഡേ കോളേജിലെ പ്രശ്നങ്ങൾ. അതല്ലാതെ വൈസ് ചാൻസലർ ആരായ നമുക്ക് എന്താ? വൈസ് ചാൻസലർ ആൽബർട്ട് ഐൻസ്റ്റൈൻ ആയാലും ആനാവൂർ നാഗപ്പനായാലും നമുക്കൊരുപോലെയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ അവർക്ക് അവരുടെ സ്വന്തം ഭാവിയിലോ ഒന്നും ഒരു താല്പര്യമോ അതും കാണുന്നില്ല. താല്പര്യമുള്ളവരെല്ലാം പുറത്ത് കടന്ന് പല യൂണിവേഴ്സിറ്റിയിലും പഠിച്ചിട്ട് അവരങ്ങനെ രക്ഷപ്പെടും. രാഷ്ട്രീയത്തിൽ ഇറങ്ങാനുള്ള ഇപ്പോൾ കേരളത്തിലെ എല്ലാവരും സർവ്വസമ്മതമായ ഒരു കാര്യമുണ്ട്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ തുടക്കം. അദ്ദേഹം അവിടെ മുതലേ ഈ വാളിത്തരം കാണിച്ച്, തെമ്മാടിത്തരം കാണിച്ച് MLA ആയി, MP ആയി, മന്ത്രിയായി വരുന്ന ആളാണ്. അപ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം എന്ന് പറയുന്നത്, കോളേജ് എന്ന് പറയുന്നത് ഭാവിയിലെ രാഷ്ട്രീയക്കാരെ വാർത്തെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ്. ഇത് സാധാരണ മനുഷ്യർക്ക് മനസ്സിലായി. അതുകൊണ്ട് അവരവരുടെ പിള്ളേരെ ഓസ്ട്രേലിയയിലോ അവിടെ ഇവിടെയൊക്കെ വിടുന്നു.
കയ്യിലില്ലാത്ത കാശ് വെച്ച് ഞാൻ ഞെട്ടിപ്പോയത് റഷ്യ ഉക്രൈൻ യുദ്ധം നടന്നില്ല. ഉക്രൈനിൽ നിന്ന് എത്രയാ 6800 യുക്രൈൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഈ യുദ്ധം തുടങ്ങിയപ്പോഴാണ് യുക്രൈൻ എവിടെയാണെന്ന് മാപ്പ് എടുത്ത് നോക്കുന്നത്. അതുവരെ നമുക്ക് ഈ യുക്രൈനുമായിട്ട് ബന്ധം. പക്ഷെ അവിടെ പോയി പഠിക്കുന്ന ആൾക്കാർ, റഷ്യയിൽ പഠിക്കുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ പോയി കഴിഞ്ഞാലും മലയാളി വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ഇവിടും എല്ലാം ഉപേക്ഷിച്ച് കഴിഞ്ഞു. ഇവിടെ രാഷ്ട്രീയത്തിലെ ട്രെയിനിങ് സെൻ്ററാണ് കോളേജ്. അപ്പോൾ അവർക്ക് വൈസ് ചാൻസലർ ആരായിരിക്കാനും അത് രാഷ്ട്രീയ നിയമനം അതിലൊക്കെ അവർക്ക് താല്പര്യമുണ്ട്. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയാണ് വിദ്യാഭ്യാസ രംഗത്ത്. അല്ല, അതിൽ ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പ്രവർത്തിച്ചു വന്ന ഒരാളാണ്. ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തെ എതിർക്കുന്ന ആളുമല്ല. വിദ്യാർത്ഥി രാഷ്ട്രീയം ഉണ്ടാവണം, വിദ്യാർത്ഥികൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയം ഉണ്ടാവണം എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. രാഷ്ട്രീയം കക്ഷി രാഷ്ട്രീയം മാത്രമല്ല കേട്ടോ. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ പ്രശ്നം ഒരു കോളേജിൽ പരീക്ഷ വൈകിക്കാൻ അല്ലെങ്കിൽ പരീക്ഷ നടത്തിക്കാതിരിക്കാൻ അതിൽ അട്ടിമറി നടത്താൻ വിദ്യാർത്ഥികൾ പ്രവർത്തിക്കരുത്. നേരെ മറിച്ച് ഒരു പരീക്ഷ കൃത്യമായി നടക്കാനും അതിൻ്റെ റിസൾട്ട് വരാനും. ഇപ്പോൾ നമുക്കൊക്കെ പലപ്പോഴും വൈകിട്ടുള്ള എന്താ ചെയ്യും, സമരം കൊണ്ടൊക്കെ പരീക്ഷ വൈകുകയും വേറെ ഹയർ സ്റ്റഡീസിന് പോകാൻ കഴിയാതിരിക്കുകയൊക്കെ ചെയ്ത് നമ്മുടെ പല സാഹചര്യങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ വിദ്യാർത്ഥി രാഷ്ട്രീയ സമരം ചെയ്ത് പരീക്ഷ വൈകിപ്പിച്ചിട്ടുണ്ട്. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അല്ല, ഞാൻ പറഞ്ഞത് നമ്മളത് ചെയ്തിട്ടുണ്ടാവും, ചില ഘട്ടത്തിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ വിദ്യാർത്ഥി രാഷ്ട്രീയം വിദ്യാർത്ഥികളുടെ ജീവിതവും പഠനവുമായി ബന്ധപ്പെട്ട് ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലും അധ്യാപക രാഷ്ട്രീയത്തിലും ഞാൻ കാണുന്ന ഒരു പ്രധാന പ്രതിസന്ധി അതാണ് ഇപ്പോൾ ഇതിലും വരുന്നത്. പഠനത്തിൻ്റെ മെറിറ്റ്, സിലബസ്, അല്ലെങ്കിൽ അതിൻ്റെ പഠന രീതി, അതിലെ പരീക്ഷാ രീതി, ഇതിനെക്കുറിച്ചൊന്നും വിദ്യാർത്ഥി സംഘടനകൾക്ക് ഒരു ടെൻഷനും ഇല്ല, ഒന്നുമില്ല. കാഴ്ചപ്പാടുമില്ല, ഒരു കണ്ടന്റ് ഇല്ല. നേരെ മറിച്ച് അത് ഈ പറഞ്ഞതുപോലെ വൈസ് ചാൻസലർ ആരാവണം, സിൻഡിക്കേറ്റ് ആരാവണം, സെനറ്റ് ആരാവണം എന്ന കാര്യത്തിൽ കാണിക്കുന്ന താല്പര്യം. നമ്മുടെ സിലബസിൽ ഇന്ന കുഴപ്പമുണ്ട്. ഇപ്പോൾ ടീച്ചർ പറഞ്ഞു നമ്മുടെ കുട്ടികൾ പുറത്തേക്ക് പോകാൻ. ഒരുപാട് പേർ പുറത്തേക്ക് പോയി പഠിച്ചിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുമുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ പ്രശ്നങ്ങളുമുണ്ട്. നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ക്വാളിറ്റിയെക്കുറിച്ച് പ്രശ്നമുണ്ട്. എന്തുകൊണ്ടാണ് ഇപ്പോൾ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജ് കിട്ടുന്നേക്കാൾ ബാംഗ്ലൂർ IIScയിലോ അല്ലെങ്കിൽ ബോംബെ IITയിലോ എന്തിനാ NIT കിട്ടിയാൽ പോലും മതി എന്ന് പറയുന്ന ആളുകൾ, എന്താ അതിൻ്റെ വ്യത്യാസം? നമുക്കറിയാലോ. അത് ഒരു എഞ്ചിനീയറിംഗ് എന്നുള്ള നിലയ്ക്ക് നമുക്കത് മനസ്സിലായി. മെഡിക്കൽ കോളേജും അതുപോലെ തന്നെയാണ്. അപ്പോൾ കുട്ടികൾ പുറത്തേക്ക് പോകും. അങ്ങനെ പുറത്തേക്ക് പോകുന്ന ആ ഒരു ഘട്ടത്തിൽ പോലും ഈ വിദ്യാഭ്യാസം ഒന്ന് മെച്ചപ്പെടുത്തി വരാൻ നമുക്ക് ഒരു താല്പര്യം നമ്മൾ കേരളത്തിൽ കണ്ടിട്ടില്ല. ഞാൻ കണ്ടിട്ടുള്ളത് കേരളത്തിലെ വിദ്യാഭ്യാസം മുമ്പോട്ട് പോകാതിരിക്കാനുള്ള വലിയ വലിയ വർത്തമാനമൊക്കെ നമ്മൾ പറയും. മറ്റേ ഇന്ത്യയിലെ 30 യൂണിവേഴ്സിറ്റികളിൽ ഒരെണ്ണമാണ് കൊച്ചി യൂണിവേഴ്സിറ്റി എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും കുട്ടികൾ അങ്ങനെ വലിയ താല്പര്യം എടുത്ത് ഇവിടെ പഠിച്ച് അങ്ങനെ ഹയർ ഇതിന് പോകുന്നില്ല. എൻ്റെ ഒരു വേദന അതാണ്. അങ്ങനെ വരുമ്പോൾ വിദ്യാർത്ഥി രാഷ്ട്രീയം വേണ്ട എന്നല്ല ഞാൻ കാണുന്നത്. വിദ്യാർത്ഥി രാഷ്ട്രീയമോ അധ്യാപക രാഷ്ട്രീയമോ ഉള്ള വിദ്യാർത്ഥികളൊക്കെ വോട്ട് ചെയ്യുന്നവരാ DG. എല്ലാ വിദ്യാർത്ഥികളും 18 വയസ്സ് കഴിഞ്ഞാൽ വോട്ട് ചെയ്യല്ലേ. അപ്പോൾ അവന് രാഷ്ട്രീയം വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ വിചാരിക്കില്ല. പക്ഷേ എന്തിനാണ് അവരുടെ രാഷ്ട്രീയം അവർ ഉപയോഗിക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ വൈസ് ചാൻസലറെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട് CPMഉം BJPയും തമ്മിൽ ഒരു തർക്കം, അതാണല്ലോ ഇപ്പോൾ വരുന്നൊരു രാഷ്ട്രീയം. അല്ലെങ്കിൽ LDFഉം BJPയും തമ്മിൽ ആ തർക്കത്തിൽ എങ്ങനെയാണ് ഇവർ ഇടപെടേണ്ടത്? എന്ത് അർത്ഥത്തിലാണ് വിദ്യാർത്ഥി? അത് മാത്രമേ ഇവരുടെ തർക്കം. ഏത് ആര് VC ആവണം എന്നുള്ള കാര്യം മാത്രമായി തർക്കം. VC എന്തിനാണോ, VCയുടെ മെറിറ്റ് എന്താണെന്നോ അല്ലെങ്കിൽ പരീക്ഷ നടത്തണമെന്നോ വിദ്യാഭ്യാസത്തിന്റെ മെറിറ്റിലേക്ക് കടക്കുന്നില്ല എന്ന പരാതിയാണ് ഒരു പഴയ വിദ്യാർത്ഥി പ്രവർത്തകൻ എന്നുള്ള എനിക്കുള്ളത്. യെസ്, അതൊരു ജെനുവിൻ പരാതിയാണ്. ഇനിയെങ്കിലും ഇപ്പം ഈ വഴക്ക് തീർന്നു, ഇനിയെങ്കിലും ഇതിൻ്റെ സബ്സീക്വൻ്റ് ആയിട്ടുള്ള വൈസ് ചാൻസലറെ വെച്ചാൽ മാത്രം പോരാ, മറ്റ് സിസ്റ്റം പരീക്ഷ നടത്തിപ്പ് ഈ പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യൽ, പെൻഡിങ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തീർക്കൽ, ഇനിയെങ്കിലും ഈ രീതിയിലേക്ക് കാര്യങ്ങൾ പോട്ടെ. ഇപ്പോൾ ഒരു രാഷ്ട്രീയ സന്ധിയാണ് CPM BJP അന്തർധാര അല്ലെങ്കിൽ ഓവർധാര. അത് ഈ വിദ്യാഭ്യാസ രംഗം നന്നാവാനായിട്ടുള്ള ഒരു സന്ധിയാണെങ്കിൽ ഞാൻ അതിനും സമ്മതിക്കും. എനിക്ക് വിരോധമൊന്നുമില്ല. ഈ വിരുദ്ധ ശക്തികൾ തമ്മിൽ ഒരിക്കലും മിണ്ടാതെ നടക്കില്ല. ഒരാവശ്യത്തിന് അവർ ഒരുമിച്ച് കൈകോർത്ത് ശരി നമുക്ക് ഈ സർവകലാശാലയും നന്നാക്കിയെടുക്കാം, വാ നമുക്ക് രണ്ടുപേർക്കും കൈകോർക്കാം എന്ന് പറഞ്ഞാൽ അതിൽ തെറ്റൊന്നുമില്ല. അങ്ങനെയെങ്കിലും ചെയ്യട്ടെ. ഇനിയെങ്കിലും ഈ സാധനങ്ങളൊന്നും നേരെയായി കണ്ടാൽ മതി. പക്ഷേ ഈ വണ്ണപ്മാൻഷിപ്പിന് വേണ്ടിയുള്ള അതാണല്ലോ നമ്മുടെ ഒരു സംഗതി. ഞാനാണ് മീതെ, എൻ്റെ രാഷ്ട്രീയമാണ് ജയിച്ചത്, എൻ്റെ രാഷ്ട്രീയമാണ് തോറ്റത് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ സമ്പത്ത് മാത്രമല്ല എഡ്യൂക്കേഷനും നഷ്ടപ്പെടുന്നു എന്നുള്ള ബോധ്യമുണ്ടായാൽ TG പറഞ്ഞതുപോലെ അന്തർധാരി ഓവർധാരിയൊക്കെ നമുക്ക് വേറെ രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പോൾ ചർച്ച ചെയ്യാം. പക്ഷേ ഇവിടെ ഈ 2 യൂണിവേഴ്സിറ്റികളിൽ യോഗ്യരായ 2 വൈസ് ചാൻസലർമാർ എത്തിയിരിക്കുന്നു എന്ന് നമുക്ക് സമാധാനത്തോടു കൂടി
ഇത് നന്നാവുമെന്ന് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.